ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് കേട്ടോ. അതിൽ 7th ചാപ്റ്ററായ ഹ്യൂമൻ ബോഡി എ വണ്ടർ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരം അല്ലേ, നമ്മൾ മനുഷ്യന്മാരല്ലേ, മനുഷ്യ ശരീരം എ വണ്ടർ എന്താണ്? ഒരു വിസ്മയമാണ് അല്ലേ. സർക്കുലേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ അല്ലേ. എന്താണ് ഈ സർക്കുലേഷൻ അല്ലേ, ബ്ലഡിൻ്റെ രക്തപര്യനം നടക്കുന്നുണ്ട്. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസർജനം നടക്കുന്നുണ്ട്. പിന്നെ എന്താണ്? നെർവസ് കോർഡിനേഷൻ അല്ലേ, നാഡീയ ഏകോപനം അല്ലേ. നോക്കൂ, ഇവിടെ നോക്കൂ, ഒരു കുട്ടി എന്താണ് അവിടെ ഹോസ്പിറ്റലിലാണ് അല്ലേ. എന്താണ് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്നുണ്ട് അല്ലേ, അവിടെ സിസ്റ്ററൊക്കെ ഉണ്ട്. നോക്കാം നമുക്ക്. ഒബ്സർവ് ദ പിക്ചർ. എന്താ ചിത്രത്തിലുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ചൈൽഡ് ഹു ഹാഡ് നോട്ട് ടേക്കൺ എനി ഫുഡ് ഫോർ 2 days ആൻഡ് ഹാഡ് ബിക്കം വീക്ക് ഡ്യൂ ടു സിവിയർ ഫീവർ was admitted in the hospital. The doctor prescribed a glucose drip along with the medicine. എന്താ അവിടെ പറയുന്നത് നോക്കിയാൽ, കടുത്ത പനി ബാധിച്ച് 2 ദിവസമായി ആഹാരം കഴിക്കാതെ അവശനായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ മരുന്നിനൊപ്പം എന്താക്കി? ഗ്ലൂക്കോസ് ഡ്രിപ്പ് കൂടി നൽകാൻ നിർദ്ദേശിച്ചു. Why are some drugs and glucose injected directly into the blood? Does the glucose injected into the blood reach all parts of the body? Discuss. എന്തിനാണ് ചില മരുന്നുകളും ഗ്ലൂക്കോസും രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നത്? രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്ലൂക്കോസ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എത്തുമോ? ഡിസ്കസ് ചെയ്യാം. The nutrients that are released when the food is completely digested in the small intestine and the oxygen that reaches the lungs as a result of breathing should reach the cell. How do they reach the cell? എന്താണ്? ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്താണ്? ചെറുകുടലിൽ അല്ലെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ആഹാരം പൂർണ്ണമായി എന്താണ് ഡൈജഷൻ നടക്കുമ്പോൾ, ദഹിക്കുമ്പോൾ വേർതിരിയുന്ന ന്യൂട്രിയൻസുകളും അതുപോലെ എന്താണ് ശ്വസന ഫലമായി ബ്രീത്ത് ചെയ്യുന്നതിന്റെ, അപ്പൊ ബ്രീത്തിങ്ങിലൂടെ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ശ്വസിക്കുക അല്ലെ, അതിന്റെ ഫലമായിട്ട് എന്താണ് നമ്മുടെ ആ ലങ്സിലൂടെ എന്താണ് എത്തിച്ചേരുന്ന ഓക്സിജൻ എന്താണ് സെല്ലുകളിൽ എത്തിച്ചേരേണ്ടതുണ്ടല്ലോ അല്ലെ. ഇവ എങ്ങനെയാണ് സെല്ലുകളിൽ എത്തുന്നത്? നിങ്ങളുടെ ഊഹം ഒന്ന് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനില് ആഹാരം പൂർണ്ണമായി ദഹിക്കുമ്പോൾ വേർതിരിയുന്ന ന്യൂട്രിയൻസുകളും പിന്നെ എന്താ ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഈ ഇവിടെ ലങ്സിൽ എത്തിച്ചേരുന്ന ഓക്സിജനും സെല്ലുകളിൽ എത്തിച്ചേരേണ്ടതുണ്ടല്ലോ. ഇവ എങ്ങനെയാണ് സെല്ലുകളിൽ എത്തുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് യുവർ അസംഷൻ. നിങ്ങൾ നിങ്ങളുടെ നിഗമനം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. സർക്കുലേറ്ററി സിസ്റ്റം ഇതാണ് ആ ചോദ്യത്തിനുള്ള ആൻസർ നമുക്ക് പാഠഭാഗത്ത് വരുന്നുണ്ട് അല്ലെ. എന്തുകൊണ്ടാന്നുള്ളത് അപ്പൊ നോക്കൂ, സർക്കുലേറ്ററി സിസ്റ്റം ആണ് കേട്ടോ. എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം? രക്തം നമുക്ക് ഒരു സ്ഥലത്ത് നിൽക്കുകയാണോ? അല്ലല്ലേ, ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അല്ലെ, പര്യായനം നടന്നുകൊണ്ട് നിൽക്കുകയാണ് അല്ലെ. ന്യൂട്രിയൻസ് ദാറ്റ് ആർ അബ്സോർബ്ഡ് ബൈ ദ വില്ലി ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഓക്സിജൻ ഒബ്റ്റൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ബ്രീത്തിങ് റിച്ച് ഇൻ cells. All these functions are performed by blood. The system which consists of blood vessel and heart is the circulatory system. എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനില് എന്താണ് വില്ലി അല്ലെ, എന്താണ് വില്ലി അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസും പിന്നെന്താണ് ബ്രീത്ത് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഓക്സിജനും എന്താണ് സെല്ലുകളിൽ എത്തുന്നു അല്ലെ. ഈ ഫങ്ഷൻസ് എല്ലാം നിർവഹിക്കുന്നതിന് എന്താണ് ആരാണ് ഈ ഫങ്ഷൻസ് ഒക്കെ നിർവഹിക്കുന്നത്? ബ്ലഡ് ആണ് അല്ലെ, രക്തമാണ് അല്ലെ. ബ്ലഡ്, അതുപോലെ എന്താണ് ബ്ലഡ് വെസല്, പിന്നെന്താണ് ഹാർട്ട് എന്നിവ ചേർന്ന സംവിധാനമാണ് എന്ത്? ഈ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് വെസൽ ആൻഡ് ഹാർട്ട് ഈസ് ദ സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ പറയുന്നത് നോക്കിയാൽ, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ അല്ലെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ വില്ലികള് അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസും ബ്രീത്ത് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഓക്സിജനും സെല്ലുകളിൽ എത്തുന്നു. ഈ ഫങ്ഷൻസ് ഒക്കെ നിർവഹിക്കുന്ന ആരാണ്? ബ്ലഡ് ആണ് അല്ലെ. അപ്പൊ ബ്ലഡ് വെസല്, പിന്നെന്താണ് ഹാർട്ട് എന്നിവ ചേർന്ന ഒരു സംവിധാനമാണ് എന്ത്? ഈ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. നോക്കൂ, കണ്ടോ? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ പാർട്ട് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പൊ നിങ്ങൾ എന്താണ് മനുഷ്യന്റെ ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ഏതെല്ലാം വന്ന് ചിത്രം നിരീക്ഷിച്ച് രേഖപ്പെടുത്താനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. എന്തൊക്കെയാ പിന്നെ വരുന്നത്? ലങ്സ്, ഇതൊക്കെ ബ്ലഡ് അല്ലെ, ഇതൊക്കെ അല്ലെ.
നോക്കൂ, an important function of the circulatory system is to transport nutrients and oxygen rich blood from the heart to all parts of the body and also to carry carbon dioxide rich blood from different parts of the body to the heart. എന്താണ്, ഈ ഹാർട്ടിൽ നിന്ന് ഓക്സിജനും പിന്നെന്താണ് ഈ ന്യൂട്രിയൻസും അടങ്ങിയ ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കലർന്ന ബ്ലഡ് ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് എന്ത്, ഈ സർക്കുലർ സിസ്റ്റത്തിന്റെ ഒരു പ്രധാന ധർമ്മം, ഫങ്ഷൻസ്. അപ്പോ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം the heart to all parts of the body and also to carry carbon dioxide rich blood from different parts of the body to the heart. തിരിച്ചെത്തിക്കുകയും ചെയ്യുക അല്ലെ. എന്താണെന്ന് പറയാം, നമ്മൾ ഹാർട്ടിൽ നിന്ന് ഓക്സിജനും പിന്നെന്താണ് ന്യൂട്രിയൻസുകളും അടങ്ങിയ ബ്ലഡ് എന്താണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണെന്ത്, ഈ സർക്കുലർ സിസ്റ്റത്തിന്റെ ഈ ഇമ്പോർട്ടന്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഹ്യൂമൻ ബ്ലഡ്. എന്താണ് ഹ്യൂമൻ ബ്ലഡ്? അപ്പൊ എന്താണ് ഇമ്പോർട്ടന്റ് ഫങ്ഷൻ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്രിയൻസും ഓക്സിജനും ബ്ലഡില് ഹാർട്ടിൽ നിന്ന് ഹാർട്ടിൽ നിന്ന് ഓക്സിജനും ന്യൂട്രിയൻസും അടങ്ങിയ ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും എത്തിക്കുന്നതും അതുപോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്താണ് കാർബൺ ഡയോക്സൈഡ് കലർന്ന ബ്ലഡ് ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് എന്ത്, ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഹ്യൂമൻ ബ്ലഡ് എന്താണ്? ഡു യു നോ ദ കളർ ഓഫ് അവർ ബ്ലഡ്? നിങ്ങൾക്കറിയാം നമ്മുടെ രക്തത്തിന്റെ കളർ എന്താണ്, ബ്ലഡിന്റെ കളർ എന്താണ്? രക്തം എന്ന് പറഞ്ഞാൽ എന്താ, ചോര അല്ലെ. ബ്ലഡ്, ചോര, രക്തം എന്നൊക്കെ പറയും അല്ലെ. അതിന്റെ കളർ എന്താണ്? റെഡ് അല്ലെ. വൈ ഈസ് ബ്ലഡ് റെഡ് ഇൻ കളർ? എന്തുകൊണ്ടാണ് നമ്മള് ഈ ബ്ലഡിന് റെഡ് കളറായത്, ഈ റെഡ് ചുവപ്പ് കളറായത്? എന്താ കാരണം? ദ റെഡ് കളർ ഓഫ് ദ blood is due to the presence of a pigment called hemoglobin. എന്താ കാരണം? ഹീമോഗ്ലോബിൻ എന്താ ഒരു പിഗ്മെന്റിന്റെ അല്ലെ, ഒരു വർണ്ണവസ്തുവിന്റെ സാന്നിധ്യമാണ് എന്ത്, ഈ ബ്ലഡിന്റെ ചുവപ്പ് നിറത്തിന് കാരണം കേട്ടോ. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു പിഗ്മെന്റിന്റെ സാന്നിധ്യമാണെന്ത്, രക്തത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണം അല്ലെ. ഓക്കെ, ദെൻ the iron and protein are the main components of hemoglobin. Haven't you understood the necessity of consuming iron rich food? എന്താണ്? അപ്പോൾ ഇരുമ്പടങ്ങിയ അയൺ അടങ്ങിയ ചില ഭക്ഷണ വസ്തുക്കൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള മറ്റ് ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയിട്ട് എന്താണ് നിങ്ങളെ ബുക്കിൽ എഴുതാനും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഹീമോഗ്ലോബിന്റെ പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഈ അയേണും പ്രോട്ടീനും ആണ് കേട്ടോ. ഹീമോഗ്ലോബിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ്? അയേണും പ്രോട്ടീനും ആണ് കേട്ടോ. ഓക്കെ, ഹീമോഗ്ലോബിന്റെ പ്രധാന കമ്പോണൻസ് എന്ന് പറയുന്നത് അയേണും പ്രോട്ടീനുമാണ്. ഈ അയേൺ അടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിന്റെ ആവശ്യകത ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. നമ്മളെ ബ്ലഡിൽ എന്താണ് അയേൺ ആവശ്യമാണ് അല്ലെ. അപ്പൊ എന്താണ് പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഹീമോഗ്ലോബിന് എന്താണ് ഹീമോഗ്ലോബിന്റെ പ്രധാന കമ്പോണന്റ് എന്ന് പറയുന്നത് തന്നെ അയേണും പ്രോട്ടീനും ആണ്. ഈ അയേൺ അടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. അയേൺ അടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കളാണ് താഴെ തന്നിരിക്കുന്നത്. നിങ്ങൾ ബാക്കിയുള്ള വസ്തുക്കളുടെ കണ്ടെത്തി പുസ്തകത്തിൽ എഴുതാനാ പറഞ്ഞിരിക്കും. ഒബ്സർവ് ദ പിക്ചർ ഓഫ് സം ഫുഡ് ഐറ്റംസ് കണ്ടെയ്നിങ് അയൺ, ഫൈൻഡ് ഔട്ട് അതർ ഫുഡ് ഐറ്റംസ് കണ്ടെയ്നിങ് അയൺ ആൻഡ് റെക്കോർഡ് ഇൻ ദ സയൻസ് ഡയറി. നോക്കൂ, ഡേറ്റ്സ് കാരക്ക അല്ലെ, എഗ് എന്താ മുട്ട, പിന്നെന്താണ് മുരിങ്ങ ലീവ്സ്. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ക്യാരിങ് ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു ദ സെൽ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ സെൽ ടു ദ ലങ്സ്. എന്താണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത് എന്താണ്? ക്യാരിങ് ഓക്സിജൻ ഫ്രം ദ ലങ്സിൽ നിന്ന് ഓക്സിജൻ ക്യാരി ചെയ്യും ടു ദ സെൽസിലേക്ക് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ സെൽസ് ടു ദ ലങ്സ്. എന്നിട്ട് സെല്ലിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് ലങ്സിലേക്കും ക്യാരി ചെയ്യും അല്ലെ. നോക്കൂ, ഈ ലങ്സിൽ നിന്ന് സെല്ലിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും
സെല്ലുകളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ എന്താണ് നമ്മളെ ബ്ലഡിലെ ഹീമോഗ്ലോബിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. എന്താണ് നമ്മളെ ലങ്സിൽ നിന്ന് സെല്ലിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും അതുപോലെ സെല്ലുകളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ എന്താണ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മേജർ കമ്പോണൻസ് ഓഫ് ബ്ലഡ് എന്താണ് ഈ പറയുന്നത്? രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ. നോക്കൂ, ബ്ലഡ് അല്ലെ, ബ്ലഡിൽ പ്ലാസ്മ ഉണ്ട് അല്ലെ, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, WC വൈറ്റ് ബ്ലഡ് സെൽ ഉണ്ട്, RBC റെഡ് ബ്ലഡ് സെൽ ഉണ്ട് അല്ലെ. പ്ലാസ്മ ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ് അല്ലെ. രക്തത്തിന്റെ ലിക്വിഡ് പാർട്ടാണ് എന്ത്? പ്ലാസ്മ എന്ന് പറയുന്നത്. പെയിൽ യെല്ലോ ഇൻ കളറാണ്. ഏത് കളറാണ്? ഇളം മഞ്ഞ നിറാണ് പ്ലാസ്മക്ക്. കാരീസ് ഗ്ലൂക്കോസ് ടു ദ സെല്ല്. ഗ്ലൂക്കോസിനെ എന്താണ്? സെല്ലുകളിൽ എത്തിക്കുന്നു. അതാണ് പ്ലാസ്മ. ഇനി ബ്ലഡിലുള്ളത് എന്താണ്? പ്ലേറ്റ്ലെറ്റ് അല്ലെ. ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിനെ സഹായിക്കുന്നു. പിന്നെ എന്താണ്? WBC അല്ലെ, വൈറ്റ് ബ്ലഡ് സെൽ. നോ ഡെഫിനിറ്റ് ഷേപ്പ്. എന്താണ്? ഇതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഒന്നുമില്ല അല്ലെ. ഹാസ് ന്യൂക്ലിയസ്. ഇതിനൊരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. പിന്നെ എന്താ? ഡിസ്ട്രോയ്സ് പാത്തോജൻസ്. എന്താണ്? രോഗാണുക്കളെ നശിപ്പിക്കുന്നതാണ് WBC അല്ലെ, വൈറ്റ് ബ്ലഡ് സെല്ല്. ഇനി റെഡ് ബ്ലഡ് സെല്ലാണ് RBC. ഡിസ്ക് ഷേപ്ഡ് ആണ് അല്ലെ. ഡിസ്കിന്റെ ഷേപ്പാണ്. നോ ന്യൂക്ലിയേറ്റഡ് ആണ്. എന്തായാലും ന്യൂക്ലിയേറ്റഡ് ഇല്ല. പിന്നെ കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ. ഇതിൽ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ ഒരു വിനിമയാണ് അല്ലെ ഇവിടെ നടക്കുന്ന. ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട് അല്ലെ. ദെൻ Analyze the illustration and write the answers of the following questions in the science diary. ഈ ചിത്രീകരണ വിഷയങ്ങളുടെ ചെയ്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി നിങ്ങൾ പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് ദ ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ്? ബ്ലഡിന്റെ ലിക്വിഡ് പാർട്ട് എന്ന് പറഞ്ഞത് ഏതാണ്? എന്താണ്? ലിക്വിഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ പ്ലാസ്മ അല്ലെ. അപ്പൊ പ്ലാസ്മ എന്ന് എഴുതുക. വിച്ച് ആർ ദ ബ്ലഡ് സെൽസ്? ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും അല്ലെ. വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് പ്ലേറ്റ്ലെറ്റ്? പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താ? ഹെൽപ്സ് ഇൻ ബ്ലഡ് കോട്ടിംഗ് അല്ലെ. ബ്ലഡ് കോട്ട് ചെയ്യാൻ, രക്തം കട്ട പിടിക്കാനാണ് ഈ പ്ലേറ്റ്ലെറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. ഇൻ വിച്ച് ബ്ലഡ് സെൽ ഈസ് ഹീമോഗ്ലോബിൻ ഫൗണ്ട്? എന്താണ്? ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന ബ്ലഡ് സെല്ല് ഏതാണ്? റെഡ് ബ്ലഡ് സെൽ അല്ലെ. അതിലല്ലേ കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ. ഓക്കെ, റെഡ് ബ്ലഡ് സെൽ അല്ലെ. ദെൻ ഡിഫറൻഷിയേറ്റ് RBC ആൻഡ് WBC അല്ലെ. അപ്പൊ എന്താണ്? റെഡ് ബ്ലഡ് സെല്ലും വൈറ്റ് ബ്ലഡ് സെൽസും എന്താണ് അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. എന്താ ഇവിടെ തന്നെ കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് തന്നിട്ടുണ്ട്. അതങ്ങ് എഴുതിയാൽ മതി അല്ലെ. ദെൻ ഇനി എന്താണ്? ഇത് ഹാർട്ട്, വെയിൻ അല്ലെ. ദെൻ ഏതാണ് അല്ലേ? ദെൻ ബ്ലഡ് സർക്കുലേഷൻ. നോക്കൂ, ബ്ലഡ് സർക്കുലേഷൻ. ബ്ലഡ് ഫ്ലോസ് ത്രൂ ബ്ലഡ് വെസൽ ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. എന്താണ്? നമ്മള് രക്തക്കൊയലുകളിലെ എന്താണ്? ബ്ലഡ് വെസൽസ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. രക്തക്കുഴലുകളിലൂടെ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. എന്താണ്? ബ്ലഡ് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ എന്താണ്? നമ്മുടെ ബോഡിന്റെ എല്ലാ പാർട്സിലൂടെ എന്താണ്? ഒഴുകുന്നുണ്ട് അല്ലെ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ മെനി ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ദർ ഇൻ അവർ ബോഡി. അപ്പൊ എന്താണ്? ഈ ചിത്രം നിരീക്ഷിച്ച് നമുക്ക് എന്താണ്? എത്ര തരം ബ്ലഡ് വെസൽസ് ഉണ്ട് എന്ന് നമ്മുടെ ശരീരത്തിലുണ്ട് നിങ്ങൾ ചിത്രം നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്തൊക്കെയാണ്? ഇതാ കാപ്പിലറീസ് ഉണ്ട്, വെയിൻ, ആർട്ടറി, പിന്നെ എന്താ? സ്റ്റാർട്ട്സ് ഫ്രോം ദ ഹാർട്ട്. ഹാർട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലെ. പിന്നെ ആർട്ടറി, പിന്നെ കാപ്പിലറീസിൽ, പിന്നെ വെയിൻ, പിന്നെ റീച്ചസ് ദ ഹാർട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇനി ആർട്ടറീസ് എന്താ, വെയിൻസ് എന്താ, കാപ്പിലറീസ് എന്താ നോക്കാം നമുക്ക്. അപ്പൊ എന്തൊക്കെയുള്ള? ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ് അല്ലെ. ദെൻ അതാണ് ഇവിടെ പോയിന്റ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ arteries എന്താണ്? arteries are the blood vessel that carry oxygen rich blood from the heart to different parts of the body. എന്താണ്? ഹാർട്ടിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് എന്ത്? ആർട്ടറീസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഹൃദയത്തിൽ നിന്ന്, ഹാർട്ടിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം, ഓക്സിജൻ കൂടുതൽ അടങ്ങിയ ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് എന്ത്? ഈ ആർട്ടറീസ് എന്ന് പറയുന്നത്. വെയിൻസ് ആർ ദ ബ്ലഡ് വെസൽ ദാറ്റ് ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. എന്താണ്? രണ്ടും വ്യത്യാസം ഉണ്ടാവും. ടു ദ ഹാർട്ട് ആണ്.
മറ്റേ ഫ്രം ദ ഹാർട്ടാണ്, ഹാർട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇത് ഹാർട്ടിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഇത് ഈ വെയിൻസ്. അപ്പൊ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന ബ്ലഡ് എന്താണ് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന കോയിലുകളാണ് എന്ത് വെയിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ കാപ്പിലറീസ് ആർ തിൻ ബ്ലഡ് വെസൽ ദാറ്റ് കണക്ട് ആർട്ടറീസ് ആൻഡ് വെയിൻസ്. എന്താണ് ആർട്ടറീസിനെയും വെയിൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കോയിലുകളാണ് എന്ത് കാപ്പിലറീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താന്ന് മനസ്സിലായല്ലോ. ദെൻ ഹാർട്ട് നോക്കൂ. ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഹാർട്ട്, നമ്മളെ ഹൃദയം അല്ലെ, ഹൃദയടിപ്പൊക്കെ അറിയില്ലേ. ദ ഹാർട്ട് ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. എന്താണ് ഈ ഹാർട്ട് എന്ന് പറയുന്നത്? എന്താണ്? സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ സെന്റർ ആണ് അല്ലെ. ഇറ്റ് പംപ്സ് ബ്ലഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. ഫീൽ യുവർ ഓൺ ഹാർട്ട് ബീറ്റ് ആൻഡ് ലൊക്കേറ്റ് യുവർ ഹാർട്ട്. എന്താണ്? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ആരാണ്? ഹാർട്ടാണ് അല്ലെ. ഇനി നിങ്ങൾ എന്താക്കുക, ഹൃദയസ്പന്ദനം ഒന്ന് സ്വയം മനസ്സിലാക്കി ഹൃദയത്തിന്റെ സ്ഥാനം കണ്ടെത്താനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ, അത് കണ്ടെത്തുക. ദ ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ തിയററ്റിക് ക്യാവിറ്റി ബിറ്റ്വീൻ ദ ലങ്സ്. എവിടെയാണ് ഹാർട്ട്? എവിടെയാണ്? ഈ തൊറാസിസ് അല്ലെ, തൊറാസിസ് ക്യാവിറ്റിന്റെ ലങ്സിന്റെ ഇടയിൽ തൊറാസിസ് ക്യാവിറ്റിയിലാണ് ഈ ഹാർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ റിബ്സ്. ഇതെന്താണ്? ഇത് ഈ റിബ്സിനാൽ എന്താണ് വാരിയെല്ലുകളാൽ എന്താണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ, റിബ്സിനാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ഹാർട്ട്? ഹ്യൂമൻ ഹാർട്ടിന്റെ പ്രത്യേകതകളും സവിശേഷതകളൊക്കെ എന്താണ്? ഒബ്സർവ് ദ പിക്ചർ ഓഫ് ഹ്യൂമൻ ഹാർട്ട്. ഹ്യൂമൻ ഹാർട്ടിന്റെ പ്രത്യേകത എന്താണ്? ദ ഹാർട്ട് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് ദ ക്ലഞ്ച്ഡ് ഫിസ്റ്റ്. എന്താണ്? ഹൃദയത്തിന്റെ ഹൃദയത്തിന് എന്താണ്? നമ്മളെ ഒരു മുഷ്ടിയോളാണ് വലുപ്പം. നിങ്ങൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു നോക്കിയേ, നിങ്ങളെ ഹാർട്ടിന് വലുപ്പം അത്രയേ ഉള്ളൂ അല്ലെ. ഓരോരുത്തരും അവരുടെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ അവരുടെ ഹാർട്ടിന്റെ വലുപ്പം അത്രയേ ഉള്ളൂ അല്ലെ. ഹാർട്ടിന് ഒരു മുഷ്ടിയോളം വലുപ്പമുണ്ട്. പിന്നെന്താണ് അടുത്ത് പറയുന്നത്? ദ ഹാർട്ട് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയേർഡ് മെമ്പറൈൻ കോൾഡ് പെരികാർഡിയം. എന്താണ്? ഈ ഹാർട്ടിനെ ആവരണം ചെയ്ത ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഡബിൾ ലെയേർഡ് മെമ്പറൈൻ ഉണ്ട് അല്ലെ. ഇതാണ് എന്ത്? പെരികാർഡിയം എന്ന് പറഞ്ഞത്. ഹാർട്ടിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ഡബിൾ ലെയേർഡ് മെമ്പറൈൻ ഉണ്ട്, അതാണ് എന്ത്? പെരികാർഡിയം. ദ ഹ്യൂമൻ ഹാർട്ട് ഹാസ് 4 ചാമ്പേഴ്സ്. പിന്നെന്താണ്? ഹ്യൂമൻ ഹാർട്ടിന് എന്താണ്? 4 അറകളുണ്ട് അല്ലെ, 4 ചാമ്പേഴ്സ് ഉണ്ട്. ഓക്കെ. ഡു ഓൾ ഓർഗാനിസംസ് ഹാവ് ഹാർട്ട്? എല്ലാ ഓർഗാനിസത്തിലും, എല്ലാ ജീവികളിലും ഹാർട്ട് ഉണ്ടോ? ഡു ദ ഹാർട്ട്സ് ഓഫ് അതർ ഓർഗാനിസംസ് ഓൾസോ ഹാവ് 4 ചാമ്പേഴ്സ്? അപ്പൊ എല്ലാവർക്കും ഉണ്ട് അല്ലേ. അപ്പൊ മറ്റു ജീവികളുടെ ഹൃദയത്തിന് അതുപോലെ 4 ചാമ്പേഴ്സ് ആണുള്ളത്, 4 അറകളാണുള്ളത്. നമുക്ക് നോക്കാം. ഓർഗാനിസം പിക്ചർ ഓഫ് ഹാർട്ടാണ് ഇത് കേട്ടോ. ഇതെന്താണ്? മണ്ണിരസ് അല്ലേ, വേം അല്ലേ. ഇതെന്താണ്? അതിന്റെ പിക്ചർ ഓഫ് ഹാർട്ടാണ് അല്ലെ. ഇതിന് എത്ര? 5 pairs ഓഫ് ലാറ്ററൽ ഹാർട്ട് ഉണ്ട് അല്ലെ, 5 ജോഡി ലാറ്ററൽ ഹാർട്ട് ഉണ്ട് അല്ലെ. ഇതെന്തോക്കൂ? പാറ്റയാണ് അല്ലെ, അതിന്റെ പിക്ചർ ഓഫ് ഹാർട്ടാണിത്. നോക്കൂ, 13 ചേമ്പറാണ് അല്ലെ, 13 അറകൾ അതിനുള്ളത്. ഫിഷിനാണെങ്കിലോ നോക്കൂ, അതിന്റെ ഇതാണ് അല്ലെ, പിക്ചർ ഓഫ് ഹാർട്ടാണിത്, 2 ചേമ്പറാണ് ഇതിലുള്ളത് കേട്ടോ. ദെൻ പിന്നെന്താണ്? ഫ്രോഗിനാണെങ്കിലോ ഫ്രോഗിന്റെ ഹാർട്ട് ഇതാണ്, അതിന് 3 ചാമ്പർ അല്ലെ. ഫിഷിന് 2 ചാമ്പർ, ഫ്രോഗിന് 3 ചാമ്പർ. ഇനി നോക്കൂ, ഹെന്നിന് എത്രയാണ്? ഹെന്നിന്റെ 4 ചാമ്പർ. മനുഷ്യന്മാരെ പോലെ തന്നെ 4 ചാമ്പറാണ് ഹെന്നിനുള്ളത് അല്ലെ. ദെൻ 4 അറകൾ. ഇനി ഹാർട്ട് ബീറ്റ് നോക്കൂ. ഹാർട്ട് ബീറ്റ് അറിയില്ല, നമുക്കിങ്ങനെ ടെക് 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 പറഞ്ഞ സ്പന്ദനം ചെയ്യല്ലേ, ബീറ്റ് ചെയ്യല്ലേ, അതന്നെ അല്ലേ. ഡസിൻ ദ ഡോക്ടർ ചെക്ക് യുവർ ഹാർട്ട് ബീറ്റ് ആൻഡ് പൾസ് വെൻ യു ഗോ ടു എ ഹോസ്പിറ്റൽ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്താ ഡോക്ടർ നിങ്ങളുടെ പൾസ് ചെക്ക് ചെയ്യാറില്ലേ ഈ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് അല്ലേ? വാട്ട് ഈസ് ഹാർട്ട് ബീറ്റ്? എന്താണ് ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് പൾസ്? എന്താണ് പൾസ് എന്ന് പറഞ്ഞാല്? ഹാർട്ട് ബീറ്റ് ആൻഡ് പൾസ് നോക്കാം. Heartbeat is defined as the rhythmic contraction and relaxation of heart muscle. The heart of a healthy adult beats 72 times per minute. This is heart rate. Pulse is the wave produced in the artery as a result of heartbeat. The heart rate and the pulse rate are equal. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഹാർട്ട് ബീറ്റും പൾസും അല്ലെ. ഹാർട്ട് ബീറ്റ് പറഞ്ഞാൽ എന്താണ്? ഈ ഹാർട്ട് ഒരു പ്രാവശ്യം എന്താണ്
കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ അല്ലെ. എന്താണ് ഒരു പ്രാവശ്യം എന്താണ് സങ്കോചിക്കുകയും പിന്നെ എന്താണ് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് എന്ത് ഈ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് മസിൽസ്. ഓക്കെ, ഹൃദയം ഒരു പ്രാവശ്യം എന്താണ് സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് എന്ത് ഹാർട്ട് ബീറ്റ്. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ എന്താണ് 72 പ്രാവശ്യം എന്താണ് ഇടിക്കും അല്ലെ. ഇതാണ് എന്ത് ഈ ഹാർട്ട് ബീറ്റ് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരാളുടെ 72 പ്രാവശ്യമാണ് എന്ത് മിനിറ്റിൽ ഇടിക്കുക അല്ലെ. അതാണെന്ത് ഹാർട്ട് റേറ്റ് അല്ലെ. ദെൻ പിന്നെന്താണ് ഈ ഹാർട്ട് ബീറ്റിന്റെ ഫലമായിട്ട് എന്താണ് ഈ പൾസ് ഈസ് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർട്ടറി ആസ് എ റിസൾട്ട് ഓഫ് എ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റിന്റെ ഫലമായിട്ട് ആർട്ടറിയിൽ എന്താണ് ഹാർട്ട് ബീറ്റിന്റെ ഫലമായിട്ട് ആർട്ടറികളിൽ എന്താണ് ഒരു തരംഗ ചലനം ഉണ്ടാകുന്നതാണ് എന്ത് പൾസ് അല്ലെ. ഹാർട്ട് ബീറ്റും പൾസിന്റെ നിരക്കും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ പൾസ് ഇസ് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർട്ടറി ആസ് എ റിസൾട്ട് ഓഫ് ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റിന്റെ ഫലമായിട്ട് ആർട്ടറിയിൽ ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എന്ത് പൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഹാർട്ട് റേറ്റും പൾസ് റേറ്റും എന്താണ് ഈക്വൽ ആയിരിക്കും. ചെക്ക് യുവർ ഓൺ ഹാർട്ട് ബീറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ഹൗ മെനി ടൈംസ് ഇറ്റ് ബീറ്റ്സ് പെർ മിനിറ്റ്. നിങ്ങൾ എന്താക്കുക നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്താക്കുക എത്ര പ്രാവശ്യം ഇത് ഒരു മിനിറ്റിൽ ഇടിക്കുന്നുണ്ട് എന്ന് നോക്കുക. ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കൂ. വിച്ച് ആർ ദ ബോഡി പാർട്സ് ദാറ്റ് ആർ എക്സാമിൻഡ് ടു ഫീൽ പൾസ്. ഏതൊക്കെ ബോഡി പാർട്സ് ആണ് ഈ പൾസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിൻ ചെയ്യുന്നത്? ദ റിസ്റ്റ് അല്ലെ. നമ്മളെ എന്താണ് ഇവിടെ എന്താണ് കൈത്തണ്ട ഇതാക്കും അല്ലെ. ബോത്ത് സൈഡ് ഓഫ് ഫോർഹെഡ്, നെറ്റിയുടെ ഇരുവശങ്ങൾ. പിന്നെ എവിടെയാണ് ചെസ്റ്റ് അല്ലെ. പിന്നെ എവിടെ ആക്കലുണ്ട് അവിടെ എഴുതുക കേട്ടോ. ഒബ്സർവ് ദ പിക്ചർ ഓഫ് എ ഡോക്ടർ എക്സാമിനിങ് എ ചൈൽഡ്. ഡോക്ടർ കുട്ടിയെ പരിശോധിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. വാട്ട് ഇൻസ്ട്രുമെന്റ് ഡസ് ദ ഡോക്ടർ യൂസ്. ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഡോക്ടർ ഉപയോഗിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ്സ് യൂസ്. ഇതിന്റെ ഉപയോഗം എന്താണ്? റൈറ്റ് ഇൻ ദ സയൻസ് ഡയറി. ഇതെന്താ സ്റ്റെതസ്കോപ്പിനോടാണ് അല്ലെ. ഇതിനോട് എന്താ ഉപയോഗം എന്ന് വെച്ചാൽ എന്താണ് ഹാർട്ട് ബീറ്റ് കിട്ടും അല്ലെ. ഓക്കെ, ഫോർ ഫർദർ റീഡിങ് കൂടുതൽ വായനക്ക് എന്താണെന്ന് നോക്കൂ. ഇതാണ് സ്റ്റെതസ്കോപ്പ്. സ്പെല്ലിംഗ് നോക്കണേ. സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ചെക്ക് ദ ഹാർട്ട് ബീറ്റ്. ഇറ്റ് വാസ് ഇൻവെന്റഡ് ബൈ റെനി ലെനിക്ക് അല്ലെ. ഇതാരാണ്? സ്റ്റെതസ്കോപ്പ് ഹൃദയ ഹാർട്ട് ബീറ്റ് പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് അല്ലെ. റെനെ ലെനക്കാണ് എന്ത് ഇത് ആദ്യമായി നിർമ്മിച്ചത്. Then let's make the model of stethoscope. ഇനി നമുക്ക് എന്താക്കാം സ്റ്റെതസ്കോപ്പിന്റെ ഒരു മോഡൽ നിർമ്മിക്കാം. മെറ്റീരിയൽസ് ആവശ്യമുള്ള ഏതൊക്കെയാ? പ്ലാസ്റ്റിക് ട്യൂബ്, വൈറ്റ് ട്യൂബ്, ഫണൽ, പോളിത്തീൻ ട്യൂബ്, ബലൂണ്, 2 ഇയർഫോൺ ബഡ്സ്, മെറ്റൽ ഹെയർ ബൗ, ഇൻസുലേഷൻ ടാപ്പ് കേട്ടോ. ഇതൊക്കെയാണ് എന്ത് ആവശ്യം അല്ലെ. കമ്പി കൊണ്ടുള്ള ഒരു ഹെയർ ബോയും വേണം കേട്ടോ. ദെൻ നോക്കൂ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് മേക്ക് ദ മോഡൽ ഓഫ് എ സ്റ്റെതസ്കോപ്പ്. ചിത്രം നോക്കിയിട്ട് നിങ്ങൾ എന്താക്കുക സ്റ്റെതസ്കോപ്പിന്റെ മോഡൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇയർഫോൺ ബഡ് ആണ് ഈ അറ്റത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ആണെന്ത് പോളിത്തീൻ ട്യൂബ് ആണ് ഇത്. അതിനോട് ചുറ്റിയിരിക്കുന്ന ഇൻസുലേഷൻ ടാപ്പാണ്. പിന്നെ അതെന്താണ് മെറ്റൽ ഹെയർ ബോ ആണ് ഇത് അവിടെ കിടക്കുന്നത്. പിന്നെ ഇതെന്താ ബലൂൺ ആണ്. ഇത് ഫണലും കേട്ടോ. വൈറ്റ് ട്യൂബ് അല്ലെ. ക്യാൻ യു ഫീൽ യുവർ ഓൺ ഹാർട്ട് ബീറ്റ് യൂസിങ് ദ സ്റ്റെതസ്കോപ്പ് യു ഹാവ് മെയ്ഡ്. നിങ്ങൾ ഉണ്ടാക്കിയ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് സ്വന്തം ഹാർട്ട് ബീറ്റ് അറിയാൻ കഴിയുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് ഓഫ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ കൂട്ടുകാരുടെ പൾസ് റേറ്റും ഹാർട്ട് റേറ്റും ഒന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കണ്ടെത്തിയ കുട്ടികളുടെ പേരൊക്കെ എഴുതുക. ഹാർട്ട് റേറ്റും പൾസ് റേറ്റും എഴുതുക കേട്ടോ. കമ്പയർ ദ ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ്. വാട്ട് ആർ യുവർ ഫൈൻഡിങ്സ്. ഇനി എന്താണ് ഹാർട്ട് റേറ്റും പൾസ് റേറ്റും എന്താക്കുക കമ്പയർ ചെയ്യുക. നിങ്ങളുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാണ്ട് ദ ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് ബി ദ സെയിം. എന്താണ് രണ്ടും സെയിം ആവുന്നില്ലേ? പൾസ് റേറ്റും അതുപോലെ എന്താണ് ഹാർട്ട് റേറ്റ് തുല്യമായിരിക്കില്ലേ? വിൽ ദർ ബി എനി ചേഞ്ച് ഇൻ ദ ഹാർട്ട് ആൻഡ് പൾസ് റേറ്റ് ഡ്യൂറിങ് ദ സ്ട്രെനസ് ആക്ടിവിറ്റീസ്. പിന്നെ അതുപോലെ എന്താണ് നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഭയങ്കര ആയാസമുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്ന സമയത്ത് ഹാർട്ട് ബീറ്റും പൾസും എന്നിവയുടെ നിരക്കിൽ മാറ്റം ഉണ്ടാകുമോ? കുറച്ച് സമയം ഓടി കളിച്ചതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരുടെ ഈ ഹാർട്ട് റേറ്റും പൾസ് റേറ്റിലും ഉണ്ടായ മാറ്റം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഓടി കളിച്ചതിന് ശേഷം ഓരോ ഹാർട്ട് റേറ്റും പൾസ് റേറ്റും എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഡസ് ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് വാരി വിത്ത് ഏജ് ആൻഡ് മെഡിക്കൽ കണ്ടീഷൻ. പ്രായം, രോഗാവസ്ഥ ഇവ അനുസരിച്ച് ഹാർട്ട് റേറ്റും പൾസ് റേറ്റും എന്നിവയിൽ നിരക്കിൽ വ്യത്യാസം വരുന്നുണ്ടോ?
Check the heart and pulse rate of the elders at your home and record them in the science diary and present in the class. ഇനി എന്താണ്, നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന അംഗങ്ങളുടെ ഹാർട്ട് റേറ്റും പൾസ് റേറ്റ് എന്നിവ പരിശോധിച്ച് നിങ്ങളെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കാർഡിയാക് വെൽനെസ്. എന്താണ് കാർഡിയാക് വെൽനെസ്? കാർഡിയാക് അതായത് ഹൃദയം അല്ലെ, ഹൃദയാരോഗ്യമാണ് അല്ലെ. ദെൻ ലിസൺ ടു മൊണോലോഗ് ഓഫ് ഹാർട്ട്. ഇനി എന്താണ്, ഹൃദയത്തിന്റെ ഒരു ആത്മകഥ ശ്രദ്ധിക്കൂ. എന്താ പറയുന്നത്? ഹാർട്ട് പറയുന്നതാണ് കേട്ടോ. റെഗുലർ ഇൻടേക്ക് ഓഫ് ഫാറ്റി ഫുഡ്സ് എഫക്ട് ബൈ ഫങ്ഷനിങ്. എന്താണ്, ഈ കൂടുതൽ ഫാറ്റ് അടങ്ങിയ കൊഴുപ്പടങ്ങിയ ഭക്ഷണം എന്താണ് സ്ഥിരമായി കഴിക്കുന്നത് എന്താണ് പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ് പറയുന്നത് അല്ലെ. പിന്നെ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്കർ വിൽ മേക്ക് മീ സിക്ക് ഫാസ്റ്റ്. എന്താണ്, പുകവലി മദ്യപാനം എന്നിവ എന്നെ വേഗം രോഗിയാക്കും. ആരെ? ഹാർട്ടിന് അല്ലെ. ലൈഫ് സ്റ്റൈൽ ഡിസീസ് വിയർ മീ ഡൗൺ. എന്താണ്, ഈ ജീവിതശൈലി രോഗങ്ങൾ എന്നെ തളർത്തു അല്ലെ. ലാക്ക് ഓഫ് റെഗുലർ എക്സസൈസ് വിൽ ഇമ്പയർ മൈ വെൽത്ത്. എന്താണ്, ഈ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ എന്റെ ആരോഗ്യം എന്താണ് തകരാറിലാകുന്നാണ് ഹാർട്ട് പറയുന്നത് അല്ലെ. വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ഹാർട്ട്? എന്താണ്, ഹൃദയാരോഗ്യം നിലനിർത്താൻ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആഫ്റ്റർ അനലൈസിംഗ് ദ ഇല്ലുസ്ട്രേഷൻ റെക്കോർഡ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി. വി ക്യാൻ പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ദ ഹാർട്ട് ത്രൂ ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്, റെഗുലർ എക്സസൈസ് ആൻഡ് ബെറ്റർ ലൈഫ് സ്റ്റൈൽ. എന്താ ഇവിടെ പറയുന്നത്? ഹൃദയാരോഗ്യം നിലനിർത്താൻ, ഹാർട്ടിന്റെ എന്താണ് ആരോഗ്യം നിലനിർത്താൻ എന്താണ് ഹെൽത്തി ഈ ഹാർട്ട് ആവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ചിത്രീകരണം വിശകലനം ചെയ്തിട്ട് എന്താണ് കണ്ടെത്തിയ വസ്തുക്കൾ നിങ്ങളെ ബുക്കിൽ എഴുതുക കേട്ടോ. ശരിയായ ആഹാരശീലങ്ങൾ, അതുപോലെ എന്താണ് എക്സസൈസ്, പിന്നെന്താണ് നമ്മളെ റെഗുലർ എക്സസൈസ് വേണം, ബെറ്റർ ലൈഫ് സ്റ്റൈൽ വേണം അല്ലെ, ജീവിതചര്യകൾ തുടങ്ങിയവയിലൂടെ നമുക്ക് ഹൃദയത്തിന്റെ ഈ ഹാർട്ടിന്റെ ആരോഗ്യം എന്താണ് സംരക്ഷിക്കാൻ പറ്റൂ അല്ലെ. ഇൻ കേസ് ഓഫ് ഇഞ്ചുറി. ഇനി അടുത്തത് എന്താണ്? ഇൻ കേസ് ഓഫ് ഇഞ്ചുറി, മുറിവുണ്ടായാൽ എന്താണ് അല്ലെ. You have understood that the heart, blood and blood vessel are parts of circulatory system. അപ്പൊ എന്താണ് ഈ ഹാർട്ട്, പിന്നെ ബ്ലഡ് വെസൽ എന്നിവ എന്താണ് ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണെന്ന് മനസ്സിലായല്ലോ അല്ലെ. ഈ ബ്ലഡ് വെസൽ മുറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ബ്ലഡ് വെസൽ will happen, blood vessel are cut. ബ്ലഡ് വെസൽ മുറിഞ്ഞാൽ എന്താ സംഭവിക്കുക? While playing, your friend's hand gets injured and it is bleeding. What will you do? അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ എന്താണ് കയ്യിൽ ഒരു മുറിവുണ്ടായി, രക്തം ഒഴുകുന്നു, ബ്ലീഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നിങ്ങൾ എന്താ ചെയ്യാ? വാട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കൂ അല്ലെ. വാട്ട് ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി ഗിവൺ ടു എ പേഴ്സൺ ഹു ഈസ് ഇൻജുവേർഡ്. എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് നിങ്ങൾ മുറിവ് പറ്റിയ ആൾക്ക് കൊടുക്കുക? ക്ലീൻ ദ വൗണ്ട് വിത്ത് ദ ഫ്രഷ് വാട്ടർ അല്ലെ. ഫസ്റ്റ് എന്താക്കൂ നിങ്ങൾ ചെയ്യേണ്ടത്? ഫ്രഷ് വാട്ടറിനോട് ശുദ്ധജലം ഉപയോഗിച്ച് എന്താണ് മുറിവ് വൃത്തിയാക്കണം അല്ലെ. പ്രസ് ദ വൗണ്ട് വിത്ത് യുവർ ഹാൻഡ്. പിന്നെന്താണ് മുറിവിൽ അമർത്തി പിടിക്കണം. നിങ്ങളെ കൈ ക്ലീൻ ആയിരിക്കണം കേട്ടോ. കൈയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കണം ആദ്യം. എന്നിട്ട് അവന്റെ മുറിവ് എന്താക്കുക? കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് എന്താക്കുക? മുറിയിൽ പ്രസ് ചെയ്യുക അല്ലെ. ഇഫ് ദ വൗണ്ട് ഈസ് ഓൺ ദ ഹാൻഡ് ഹോൾഡ് ഇറ്റ് അപ്പ്. എന്താണ് കയ്യിലാണ് മുറിയെങ്കിൽ എന്താണ് കൈ ഉയർത്തി പിടിക്കുക അല്ലെ. If bleeding doesn't stop, wrap the wound with a clean cloth or bandage. എന്താണ് ഈ ബ്ലഡ് ബ്ലീഡിങ് നിൽക്കുന്നില്ലെങ്കിൽ എന്താണ് നല്ല ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് എന്താണ് മുറിവ് പൊതിഞ്ഞു കെട്ടുക. ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ് ക്വിക്ക്ലി. എന്താണ് വേഗത്തിൽ എന്താണ് നമുക്ക് മെഡിക്കൽ സഹായം ലഭ്യമാക്കുകയും വേണം. ട്രാൻസ്പ്ലാന്റ് ദ ഹാർട്ട്. എന്താണ് ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് അല്ലെ. ഇനി എന്താണ് അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അല്ലെ. മുറി പറ്റിയ ഒരാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതാണ് ഇതൊക്കെ അല്ലെ. ക്ലീൻ ദ വൗണ്ട് വിത്ത് ഫ്രഷ് വാട്ടർ, പ്രസ് ദ വൗണ്ട് വിത്ത് യുവർ ഹാൻഡ്. ഇഫ് ദ വൗണ്ട് ഈസ് ഓൺ ദ ഹാൻഡ് ഹോൾഡ് ഇറ്റ് അപ്പ്. ഇഫ് ബ്ലീഡിംഗ് ഡസന്റ് സ്റ്റോപ്പ്, റാപ്പ് ദ വൗണ്ട് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ഓർ ബാൻഡേജ്. ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ് ക്വിക്ക്ലി. ഓക്കെ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക അല്ലെ. ദെൻ നെക്സ്റ്റ് ട്രാൻസ്പ്ലാന്റ് ദ ഹാർട്ട്. ഇനി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് കേട്ടോ. എന്താണ് ഹൃദയം മാറ്റി വെക്കുക. Heart transplantation is performed on people with severe heart disease. Usually the heart of a brain dead person is transplanted onto the patient. The first successful heart transplant was done by Dr. Christian Barnard in 1967. എന്താണ് ഗുരുതരമായ ഹൃദയരോഗമുള്ളവർക്ക് ഈ ഗുരുതരമായ സിവിയർ ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകൾക്കാണിത് ഈ ഹൃദയം മാറ്റിവെക്കൽ, ഹാർട്ട് മാറ്റിവെക്കൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത്.
അതുപോലെ എന്താണ് ബ്രെയിൻ ഡെഡ് പേഴ്സൺ. എന്താണ് ബ്രെയിൻ ഡെഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ, മസ്തിഷ്ക മരണം എന്ന് പറയില്ല. അങ്ങനത്തെ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമെടുത്ത് എന്താണ് ഈ ഹാർട്ട് ഡിസീസ് ഉള്ള ആ രോഗിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് എന്ത് സാധാരണ ചെയ്യാറുള്ളത്. 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ആണ് എന്താ ആദ്യമായി എന്താക്കി ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് കേട്ടോ. ആരാണ്? ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ഇൻ 1967 കേട്ടോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടത്തിയത്. ഓക്കെ, ഫസ്റ്റ് നടത്തിയത് ആ ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ആണ് കേട്ടോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. നോക്കൂ അടുത്തത് ബ്ലഡ് ഡൊണേഷൻ എ നോബിൾ ആക്ട്. ഇനി എന്താണ്? രക്തദാനം മഹാദാനാണ് അല്ലെ. A healthy person has about 5.5 liter of blood in his body. What is to be done if there is a decrease in the volume of blood due to accidents or illness? ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ എന്താണ് ബ്ലഡ് ഉണ്ടാവും അല്ലെ. ഹെൽത്തി പേഴ്സൺ ആയിട്ടുള്ള ഒരാളെ മേലെന്താണ് 5.5 ലിറ്റർ ഓഫ് ബ്ലഡ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ എന്താണ് ആക്സിഡൻസോ അല്ലെങ്കിൽ എന്താ അപകടങ്ങളോ അസുഖങ്ങൾ എന്നിവ മൂലം ശരീരത്തിൽ എന്താണ് രക്തത്തിന്റെ അളവ് കുറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാൽ ബ്ലഡ് കുറെ പോകൂലേ, അതുപോലെ എന്തെങ്കിലും അസുഖം ഉണ്ടായാലും എന്താണ് ഈ ബ്ലഡിന് പ്രശ്നമാണ് അല്ലെ. അതിനൊക്കെ ബ്ലഡ് ആവശ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒബ്സർവ് ദ പിക്ചർ, ചിത്രം നോക്കൂ. എ ബ്ലഡ് ഡൊണേഷൻ എനേബിൾഡ് ഡൊണേഷൻ അല്ലെ, രക്തദാനം മഹാദാനം അല്ലെ. ബ്ലഡ് ഡൊണേഷൻ ഈസ് എ വോളണ്ടറി ഡൊണേഷൻ ഓഫ് ബ്ലഡ് ബൈ എ പേഴ്സൺ ടു അനദർ ഓർ for further use through its scientific preservation. You can also be a part of this social service when you turn 18. Prepare slogans related to blood donation and display in the class. ആരോഗ്യം അപ്പൊ എന്താണ് ഇവിടെ എന്താണ്? ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ സ്വന്തം മനസ്സിലാലെ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ എന്താണ് ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ എന്താണ് രക്തം നൽകുന്നതാണ് എന്ത് ഈ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളും 18 വയസ്സ് കഴിയുമ്പോൾ ഒരു എന്താണ് സോഷ്യൽ സർവീസ് എന്ന നിലയിൽ എന്താക്കണം ഇതിന്റെ ഭാഗമാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂലേ. ബ്ലഡ് ഡൊണേറ്റുമായി ബന്ധപ്പെട്ട എന്താണ് ഒരു സ്ലോഗന് മുദ്രാഗീതങ്ങൾ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ എന്താണ് വേറെ ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കാനോ കൊടുക്കുന്നതാണ് എന്ത് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ബ്ലഡ് ഡൊണേഷൻ ഈസ് എ വോളണ്ടറി ഡൊണേഷൻ ഓഫ് ബ്ലഡ് ബൈ എ പേഴ്സൺ ടു അനദർ ഓർ ഫോർ ഫർദർ യൂസ് ത്രൂ ഇറ്റ്സ് സയന്റിഫിക് പ്രിസർവേഷൻ. അതാണ് ബ്ലഡ് ഡൊണേഷൻ. ദെൻ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്താ നോക്കാം. നെക്സ്റ്റ് എന്താണ്? വിസർജനാവസ്ഥ അല്ലെ. സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് ലൈഫ് പ്രോസസ് സച്ച് ആസ് ഡൈജഷൻ, സർക്കുലേഷൻ ആൻഡ് റെസ്പിറേഷൻ. ഇതെന്താണ്? ഡൈജഷൻ, സർക്കുലേഷൻ, റെസ്പിറേഷൻ എന്നിവ ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അല്ലെ, ഡിസ്കസ് ചെയ്തത്. വിച്ച് ഈസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ. ഈ റെസ്പിറേഷനിൽ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? വിച്ച് ഓർഗാൻ എലിമിനേറ്റ്സ് ഇറ്റ്. ഏത് ഓർഗാനാണ് ഇതിനെ പുറന്തള്ളുന്നത്? വാട്ട് ആർ ദ അതർ വേസ്റ്റ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി. ഇനി നമ്മളെ ബോഡി മറ്റെന്തെല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്? വാട്ട് ആർ ദ മെക്കാനിസംസ് അവൈലബിൾ ടു എലിമിനേറ്റ് ദീസ് വേസ്റ്റ് മെറ്റീരിയൽസ്. അവയെ പുറന്തള്ളാൻ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്ക്, എക്സ്ക്രീഷൻ അല്ലെ. എക്സ്ക്രീഷൻ ഈസ് എ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് യൂറിയ, എക്സസ് വാട്ടർ, സോൾട്ട് എക്സെട്ര ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ആസ് എ റിസൾട്ട് ഓഫ് ലൈഫ് പ്രോസസ്. എന്താണ്? നമ്മുടെ ലൈഫ് സിസ്റ്റത്തിൽ ലൈഫ് പ്രോസസ്സിലെ ഫലമായിട്ടുണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, പിന്നെ സോൾട്ട് തുടങ്ങിയ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്ത് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? നമ്മുടെ ലൈഫ് പ്രോസസ്സിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള വാട്ടർ, പിന്നെ സോൾട്ട് തുടങ്ങിയ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്ത് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്.